നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെനാലിരാമൻ കഥയാണ്. തെനാലിരാമൻ കഥയുടെ പ്രത്യേകത ചിന്തയ്ക്കും ചിരിക്കും വക നൽകുന്നതാണ്. ചക്രവർത്തിയുടെ മകളാണ് മോഹനാംഗി. ബുദ്ധിമതിയും പണ്ഡിതയുമാണ് രാജകുമാരി. രാജപുരോഹിതനെ ഒന്ന് ചെറുതാക്കി കാണിക്കണം. അതായിരുന്നു രാജകുമാരിയായ മോഹനാംഗിയുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് രാജകുമാരി. അതിനൊരു കാരണമുണ്ടായിരുന്നു. സ്വാർത്ഥനും ദുർമോഹിയുമാണ് രാജപുരോഹിതൻ. വേണ്ടാത്ത പല കാര്യങ്ങളിലും രാജപുരോഹിതൻ കൈകടത്തുന്നു. അതുമാത്രമാണെങ്കിലും സാരമില്ലെന്ന് വെക്കാം. അർഹതയുള്ളവരെ മോശക്കാരാക്കുക, അത് രാജപുരോഹിതൻ്റെ ഒരു രീതിയാണ്. കുറേ നാൾ മുമ്പ് അപ്രകാരം ഒരു അന്യായം നടത്തിയിരുന്നു. മഹാവിദ്വാനായ ഒരു മഹാകവിക്ക് ഒരാഗ്രഹം, തൻ്റെ മഹാകാവ്യം ചക്രവർത്തിക്ക് സമർപ്പിക്കണം. അതിനു മുമ്പ് അത് നല്ല കൃതിയാണെന്ന് ചക്രവർത്തിക്ക് ബോധ്യം വരണം. ചക്രവർത്തി ഒരു ആസ്ഥാന വിദ്വാനെ കൊണ്ട് പരിശോധിപ്പിച്ചു. ആസ്ഥാന വിദ്വാൻ രാജപുരോഹിതൻ്റെ ചൊൽപ്പടിയിലാണ്. രാജപുരോഹിതൻ ആസ്ഥാന വിദ്വാനെ കൊണ്ട് ചക്രവർത്തിയോട് ഒന്ന് പറയിച്ചു. ആ കാവ്യം വളരെ ശുദ്രമാണ്, അത് വളരെ മോശമാണ്. മഹാകവിക്ക് തൻ്റെ ആഗ്രഹം സാധിക്കാതെ വന്നു. നിരാശനായ അദ്ദേഹം ഒരു പ്രതി ഒരു കച്ചവടക്കാരന് വിറ്റു. ഏറ്റവും തുച്ഛമായ വിലയ്ക്കാണ് വിറ്റത്. അതിനുശേഷം അദ്ദേഹം ശ്രീരംഗത്ത് ചെന്നു ദേവീക്ഷേത്രത്തിൽ മറ്റൊരു പ്രതി സമർപ്പിക്കുകയും ചെയ്തു. മോഹനാംഗിക്ക് അറിവ് കിട്ടി കച്ചവടക്കാരൻ്റെ കയ്യിലുള്ള ഗ്രന്ഥത്തെക്കുറിച്ച്. രാജകുമാരി ഗ്രന്ഥം വാങ്ങി വായിച്ചു നോക്കി. എത്ര മഹത്തരവും മനോഹരവുമായ ഗ്രന്ഥം! എന്നിട്ടാണ് അത് ശുദ്രമെന്ന് മുദ്രയടിച്ചത്. കണ്ടില്ലേ രാജപുരോഹിതൻ്റെ കൗടില്യം! ഒരിക്കൽ ചക്രവർത്തിയും പുത്രിയും സംസാരിക്കുകയായിരുന്നു. രാജകുമാരി ആ ഗ്രന്ഥത്തിലെ ഒരു പദ്യം ചൊല്ലി. ചക്രവർത്തി അത്ഭുതപ്പെട്ടു പോയി. ഇത്ര മികച്ച പദ്യമോ! ഇതിൻ്റെ കവിത്വ ശക്തി എത്ര വലുതാണ്! വിജ്ഞാനപ്രദമായ കവിത! ചക്രവർത്തിക്ക് ആശ്ചര്യമായി. രാജപുരോഹിതനെ വാദത്തിൽ തോൽപ്പിക്കണം. അതിനായി രാജകുമാരി അന്യരാജ്യത്തിൽ നിന്ന് ഒരു മഹാപണ്ഡിതനെ വരുത്തി. നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ രാജസദസ്സിലെ അംഗങ്ങൾ ആസനസ്ഥരായി. വന്നെത്താത്ത ഒരാൾ രാജപുരോഹിതൻ മാത്രമായിരുന്നു. അദ്ദേഹം വരാതിരിക്കാൻ കാരണമുണ്ട്. തർക്കത്തിൽ താൻ തോൽക്കുമെന്ന് അറിയാം. കള്ളക്കാരണം പറഞ്ഞ് ഒഴിഞ്ഞു കളയണം. അതായിരുന്നു രാജപുരോഹിതൻ്റെ ഉദ്ദേശം. ഒരു ചങ്ങാതിയുടെ സഹായം അതിനായി സമ്പാദിച്ചുമിരുന്നു. രാജസദസ്സിലെ ഒരംഗമായിരുന്നു ആ ചങ്ങാതി. തമ്പുരാനെ, രാജപുരോഹിതന് ഇന്നത്തെ പരിപാടിയിൽ സംബന്ധിക്കുവാൻ നിർവാഹമില്ല. അദ്ദേഹം രോഗം ബാധിച്ച് കിടക്കുകയാണ്. രാജപുരോഹിതൻ്റെ കൂട്ടുകാരൻ ചക്രവർത്തിയെ ഓർമ്മിപ്പിച്ചു. എന്ത് രോഗമാണ്? ചക്രവർത്തി അന്വേഷിച്ചു. മസ്തിഷ്ക ഖണ്ഡൂതി എന്നു പേരുള്ള രോഗമാണ്. വളരെയധികം ചിന്തിച്ചാൽ തലച്ചോറ് ക്ഷീണിക്കും. അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ചൊറിച്ചിൽ തലച്ചോറിൽ ഉണ്ടാകും. അതാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണം. അയാൾ വിശദീകരിച്ചു. എന്താണിത്? ഞാൻ അനേകം രോഗങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ചക്രവർത്തി പറഞ്ഞു. ഇങ്ങനെയൊന്നുണ്ടെന്ന് ഉറപ്പാണോ? ഇപ്പോഴാണോ അറിയുന്നത്? ചക്രവർത്തി ആശ്ചര്യത്തോട് അയാളോട് ചോദിച്ചു. അപ്പോൾ ആ സദസ്സിൽ സന്നിഹിതനായിരുന്ന തെനാലിരാമൻ വിട്ടില്ല. ഞാൻ വളരെ കൂടുതൽ വായിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണിന് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. എൻ്റെ രോഗത്തിന് നേത്ര ഖണ്ഡൂതി എന്നാണ് പേർ. രാമൻ തട്ടിവിട്ടു. സദസ്യരെല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ചക്രവർത്തി അല്പനേരം ആലോചനയിൽ മുഴുകിയിരുന്നു. ഏതായാലും ഒരു നല്ല നേരം പോക്ക് തന്നെ. രാജപുരോഹിതൻ ധാരാളം ചിന്തിക്കാറുണ്ട്, ശരി തന്നെ. പക്ഷെ അദ്ദേഹത്തെക്കാൾ എത്രയോ കൂടുതൽ ചിന്തിച്ചവർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ശങ്കരാചാര്യർ, രാമാനുജാര്യർ, മാധവാചാര്യർ. ഇതുവരെ മാത്രമല്ലല്ലോ, അവർക്ക് മുമ്പും പലരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അവർക്കാർക്കും തലച്ചോറിനെ ബാധിക്കുന്ന ഈ ചൊറിച്ചിൽ രോഗം കേട്ടിട്ട് പോലുമില്ല. വളരെ കുറച്ച് ചിന്തിക്കുന്ന രാജപുരോഹിതന് ഈ രോഗം പിടിക്കുകയും ചെയ്തു. ആകെക്കൂടി അത്ഭുതം തന്നെ.
അദ്ദേഹം പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആത്മഗതമായി പറഞ്ഞു, അപ്പോഴും രാമനൊന്നു പറയാനുണ്ടായിരുന്നു. തിരുമേനി, ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമല്ല രാജപുരോഹിതന് ഈ അസുഖം ബാധിച്ചത്. ചിന്തിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് കുറച്ചേ ഉള്ളൂ. കഴിവിൽ കൂടുതൽ ചിന്തിച്ചതാണ് അബദ്ധമായത്. രാജപുരോഹിതനെ രാമൻ ആക്ഷേപിക്കുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ സ്നേഹിതന് അരിശമുണ്ടായി. രാജപുരോഹിതൻ്റെ സ്നേഹിതൻ രാമനെ നേരിട്ടു. രാമ, നിങ്ങൾ രാജപുരോഹിതനെ വിമർശിക്കുകയൊന്നും വേണ്ട. നിങ്ങളെക്കാൾ എത്രയോ മാഹാത്മ്യം രാജപുരോഹിതനുണ്ട്. അക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ്. നിങ്ങളും രാജസദസ്സിലെ അംഗമാണ്, സമ്മതിച്ചു. പക്ഷേ ആളുകൾ ആദ്യം രാജപുരോഹിതനെ ബഹുമാനിക്കുന്നു, അതിനുശേഷമേ നിങ്ങളെ ബഹുമാനിക്കുകയുള്ളൂ. അക്കാര്യം നിങ്ങൾ എല്ലായ്പ്പോഴും ഓർമ്മിച്ചിരിക്കുന്നത് കൊള്ളാം. അയാൾ സ്വരം കടുപ്പിച്ച് തെനാലിരാമനോട് പറഞ്ഞു. തെനാലിരാമൻ്റെ ചുട്ട മറുപടി അവിടെ കൊട്ടാരത്തിൽ കൂടിയിരുന്ന സദസ്യർക്ക് രസമായി തോന്നി. തെനാലിരാമൻ പറഞ്ഞ മറുപടി ഇതാണ്: ഹേ മനുഷ്യ, ഒരാളെ ആദ്യം ബഹുമാനിക്കുന്നത് കൊണ്ട് അയാൾ കൂടുതൽ മാഹാത്മ്യം കൈവരിക്കുന്നില്ല. ഒടുവിൽ ബഹുമാനിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് കൂടുതൽ അപകർഷവും ഉണ്ടാകുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം, എടുത്തു കാണിക്കാം. നാം എല്ലാം ആദ്യം കാലും കൈയും കഴുകുന്നു, അതിനുശേഷമാണ് മുഖം കഴുകുന്നത്. അതുകൊണ്ട് മുഖത്തിന് മേന്മ കുറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ ഉത്തരം, തെനാലിരാമൻ്റെ ഈ ചുട്ട മറുപടി കൊട്ടാരത്തിലെ എല്ലാവർക്കും, ആ സദസ്യരായി വന്നിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. രാജാവിനും ചക്രവർത്തിക്കും അത് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഈ തെനാലിരാമൻ കഥയുടെ ചുരുക്കം. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.